ഹലോ, നമസ്കാരം. വിനോദാണ്. വിനോദത്തിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ പൂരം ഗ്രൗണ്ടിലാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. കാരണം ഇതിനകത്ത് നമ്മുടെ കളക്ടറുടെ ഫോട്ടോഷൂട്ടുണ്ട്, ഏഷ്യാനെറ്റിൻ്റെ ഗമ്മുണ്ട്, പൂരപ്രേമികളുടെ ആവേശമുണ്ട്, ഇവയെല്ലാമുണ്ട്. നേരെ പൂരനഗരിയിലേക്ക് പോവാം. ഈ വലത് സൈഡിൽ കാണുന്നത് പൂരത്തിൻ്റെ പ്രദർശന നഗരിയാണ്. നമ്മൾ അതിനകത്തേക്ക് കയറുന്നില്ല, കാരണം പൂരത്തിൻ്റെ ആവേശം കാണുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പൂരപ്പറമ്പിലൂടെ നമ്മൾ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ മതിലിനകത്തേക്ക് ഒരു ട്രാമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൂടെ നമ്മൾ ക്ഷേത്ര മതിലിനകത്തേക്ക് കയറുകയാണ്. ഭയങ്കര തിരക്കാണ്. ഞാനേതാണ്ട് 11 മണിയോടുകൂടിയാണ് ക്ഷേത്ര നഗരിയിൽ എത്തിച്ചേരുന്നത്. അപ്പോഴിവിടെ ചെറുപൂരങ്ങളുടെ വരവ് തുടങ്ങിയിരുന്നു. കാരണം അതിരാവിലെ തന്നെ കണിമംഗലത്ത് ശാസ്താവിൻ്റെ വരവോടുകൂടിയാണ് ചെറുപൂരങ്ങളുടെ വരവ് തുടങ്ങുന്നത്. 10ഓളം ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ദേവീ ദേവന്മാരിവിടെ എത്തിച്ചേരുന്നുണ്ട്. കിഴക്കുനിന്ന് പാറമേക്കാവ്, കാരമുക്ക്, ചെമ്പുമുക്ക്, മൂരങ്ങോട്ടുകാവ്, ആണാമുക്കമ്പള്ളിക്കാവ് എന്നീ ക്ഷേത്രങ്ങളിൽ നിന്നും, പടിഞ്ഞാറ് നിന്ന് തിരുവമ്പാടി, കണിമംഗലം, ലാലൂര്, അയ്യന്തോള്, തേനിക്കാവ് എന്നീ ക്ഷേത്രങ്ങളിൽ നിന്നുമാണ് ഇവിടെ പൂരങ്ങൾ എത്തിച്ചേരുന്നത്. ഇത് മതിലിനകത്തുള്ള ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ. ഇത് ആദിശങ്കരൻ്റെ സ്ഥലമാണ്. ഈ കാണുന്നത് ആദിശങ്കരൻ്റെ അന്തിമ കുടീരമാണ്. ആദിശങ്കരൻ്റെ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? അതിഭയങ്കരമായ ചൂടാണ് കേട്ടോ. ചൂടൊക്കെ കൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ചുറ്റും നടക്കുകയാണ്. ഓരോ ചെറുപൂരങ്ങളായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ താളമേളങ്ങളൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ കൂത്തമ്പലമാണ്. അമ്പലത്തിൻ്റെ ഇടയിലൂടെ നമ്മൾ ഒന്ന് നടക്കുകയാണ്. അതിഭയങ്കരമായ വെയിലാണെങ്കിലും എല്ലാവരും വിശറിയൊക്കെ കരുതിയിട്ടുണ്ട്. കാരണം പല സ്ഥാപനങ്ങളും വിശറികൾ ഇവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. മറ്റൊരു പൂരം എത്തിച്ചേർന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ പൂരത്തിൽ പങ്കെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാം വിശദമായിട്ട് അറിയില്ല. എങ്കിലും മറ്റൊരു പൂരം കൂടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ പൂരത്തിനുള്ള അവരോടൊപ്പമുള്ള താളമേള വാദ്യങ്ങളോടുകൂടിയാണ് ഈ വരവ്. ഏറ്റവും ആദ്യം എത്തിച്ചേരുന്നത് കണിമംഗലം ശാസ്താവാണ്. അദ്ദേഹം അതിരാവിലെ തന്നെ എത്തിച്ചേരും. തൃശ്ശൂർ പൂരത്തിൻ്റെ ആവേശം കാണണമെങ്കിൽ ശരിക്കും പൂര നഗരിയിൽ തന്നെ എത്തിച്ചേരണം കേട്ടോ. പറയാതെ വയ്യ. ജാതി മതഭേദമന്യേ ആബാലവൃത്തം ജനങ്ങളും എത്തിച്ചേരുന്ന എല്ലാവർക്കും ഒരേ ആവേശമാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ചെറുപ്പക്കാരായാലും പ്രായമുള്ളവരായാലും എല്ലാവർക്കും ഒരേ ആവേശം പകരുന്ന ഒന്നാണ് ഈ തൃശ്ശൂർ പൂരം. പൂരങ്ങളുടെ പൂരമാണ് തൃശ്ശൂർ പൂരം.
ഞാൻ മറ്റൊരു ചെറുപൂരം എത്തിച്ചേർന്നു, മറ്റൊരു ദേവനും എത്തിച്ചേർന്നിട്ടുണ്ട്. ഗോപുരത്തിനകത്തോടെ ക്ഷേത്രത്തിലേക്ക് കടക്കാനുള്ള ശ്രമമാണ്. തിടമ്പ് വളരെ താഴ്ത്തി വേണം ക്ഷേത്രത്തിനകത്തേക്ക് കയറാനായിട്ട്. ഈ വെയിലും ഈ ചൂടും ഒന്നും ആരുടെയും ആവേശം കെടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വീണ്ടും നമ്മൾ ആ പൂരത്തിനോടൊപ്പം ക്ഷേത്രത്തിനകത്ത് വന്നു. ഇത് അകത്തു നിന്നുള്ള കാഴ്ചകളാണ്. ക്ഷേത്രം അതിൽ അകത്തു നിന്നുള്ള കാഴ്ചകളാണിത്. ഒരു തണൽ പറ്റി ഒതുങ്ങി നിൽക്കുകയാണ് ഞാനിപ്പോൾ. ഇത് ക്ഷേത്രത്തിനകത്തുള്ള പല ഉപദേവതമാരുടെയും സ്ഥാനങ്ങളാണ്. ഒരു ഇലയുടെ തണലുണ്ടെങ്കിൽ അതിൻ്റെ കീഴെ 10 പേരെങ്കിലും ഉണ്ടാവും. അതുപോലെയാണ് ജനം തടിച്ചു കൂടിയിരിക്കുന്നത്. ആവേശഭരിതരായുള്ള ജനം എന്ന് പറയുന്നത്. അതുപോലെ അപകടമുണ്ടാകുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്, ബോധം കെട്ടുവീഴുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ആൾക്കാരും ഒക്കെ ഉണ്ട്. ये तो दूसरा गेट है शायद। പുറത്ത് മഠത്തിൽ വരവിൻ്റെ ചെണ്ടമേളങ്ങളാണ് ഈ കേൾക്കുന്നത്. മഠത്തിൽ വരവാണ് ഈ കാണുന്നത്. അതിൻ്റെ ആവേശമാണ്, അതിൻ്റെ മേളങ്ങളാണ് ഈ കേൾക്കുന്നത്. ഏതാണ്ട് എല്ലാ പൂരങ്ങളും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. എല്ലാവരും എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് മഠത്തിൽ വരവ്. ഇത് ക്ഷേത്രത്തിൻ്റെ നടയിലുള്ള ഒരു പാണ്ടിമേളക്കാരാണ്. ചോര വീഴ്ത്തിയാണ് അദ്ദേഹം ദേവനെ വണങ്ങുന്നത്. ഓരോ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ.
ഇദ്ദേഹത്തെ പരിചയം ഉണ്ടാവുമല്ലോ, ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടർ സംഘത്തിലുള്ള ഏഷ്യാനെറ്റിൽ ഗം അവതരിപ്പിക്കുന്ന അദ്ദേഹമാണ്. തുഷാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് തോന്നുന്നു. ഒരു പൂരപ്രേമിയുടെ ആവേശം നോക്കിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ കാലിന് ഒരു ചെറിയ സ്വാധീനക്കുറവുള്ളതാണെങ്കിലും ആ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഏതാണ്ട് ഫുൾ ടൈം അദ്ദേഹം ഇവിടെ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇത് കരിമരുന്ന് പ്രയോഗത്തിനുള്ള രാവിലത്തെ കരിമരുന്ന് പ്രയോഗത്തിനുള്ള തറയൊക്കെ ഒരുക്കിയിട്ടിരിക്കുന്നതാണ്. വെളുപ്പിനെ 4 മണിക്കാണ് കരിമരുന്ന് പ്രയോഗം നടക്കുന്നത്. ഇത് തേക്കിൻകാട് മൈതാനമാണ്. ധാരാളം കച്ചവടക്കാരുണ്ട്. മറ്റൊരു പൂരവും കൂടെ ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നതാണ് നമ്മളീ കാണുന്നത്. പൂരങ്ങളെല്ലാം അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുക. ഇനി ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ സമയമാണ്. 2:45 2:30 2:45 3 മണിക്കോ ഒക്കെയാണ് ഇലഞ്ഞിത്തറ മേളം നടക്കുന്നത്. ഇവിടെ നിന്ന് പൂരങ്ങളെല്ലാം ക്ഷേത്രത്തിനകത്തേക്ക്. മെയിൻ റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വലിയ കമാനം കാണാം. രാത്രിയിൽ കാണാൻ വളരെ ഭംഗിയായിരിക്കും. പിന്നെ നമ്മൾ തെക്കുകാട് മൈതാനിയിലൂടെ നടക്കുകയാണ്. ഒരാന പുറത്തേക്ക് വരുന്നുണ്ട്. പുറത്തു വന്ന് ഇവിടെ നിന്ന് വടക്കുന്നാഥനെ വണങ്ങി വീണ്ടും അകത്തേക്ക് പോകും. പൊരിവെയിലോ വിയർപ്പോ ഒന്നും ആരുടെയും ആവേശം ചോർത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. ശംഭോ മഹാദേവ. ആരോ ഒരു ആള് ഒന്ന് വീണിട്ടുണ്ട്. അദ്ദേഹത്തെ
ആംബുലൻസിൽ കൊണ്ടുവന്നാണ് കണ്ടത്. പിന്നെ നമ്മൾ ക്ഷേത്രത്തിനകത്ത് കയറി. ഓരോ ദേവന്മാരും പുറത്തുനിന്ന് അകത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ സമയമായിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് ഇലഞ്ഞിത്തറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തും മജസ്റ്റിക് ആയിട്ടുള്ള മരമാണ്. ഇലഞ്ഞിത്തറ മേളം ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷെ നമുക്ക് അതിൻ്റെ അടുത്തേക്കൊന്നും എത്താനുള്ള സാഹചര്യമില്ല. അതുപോലെ ആൾക്കാർ തമ്പടിച്ചിരിക്കുകയാണ്. നമുക്ക് പുറത്തു നിന്ന് ഈ മേളം ആസ്വദിക്കുകയേ തൽക്കാലം നിവൃത്തിയുള്ളൂ. നമ്മുടെ തൃശ്ശൂർ കളക്ടർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിചയക്കാരാണെന്ന് തോന്നുന്നു. ധാരാളം പേര് ചുറ്റും കൂടുന്നുണ്ട്. അദ്ദേഹത്തോട് കുശലാന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹം പൂരത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ആൾക്കാരോട് ചോദിക്കുന്നുമുണ്ട്. ഒരു കളക്ടറുടെ ഒരു ഫോട്ടോ ഷൂട്ട് നടക്കുകയാണ് ഇവിടെ. വീണ്ടും നമുക്ക് ഇലഞ്ഞിത്തറ മേളത്തിലേക്ക്. നമുക്ക് ആനകൾ നിരന്നിരിക്കുന്നത് കാണാൻ പറ്റുമെന്നൊരു ശ്രമം നടത്തി നോക്കുകയാണ്. ഈ വഴിയിലൂടെ നമുക്ക് അടുത്തേക്ക് പോകാനേ സാധിക്കുന്നില്ല. ഓരോ താളത്തിനൊത്ത് കൈകൾ താളം പിടിക്കുന്നത്, താളം ആട്ടുന്നുവെന്ന് നോക്കിയത് തന്നെ ഒരു ആവേശമാണ്. നമുക്ക് കൂത്തമ്പലത്തിൻ്റെ സൈഡിലൂടെ ഒരു ശ്രമം നടത്തി നോക്കാം.
നിരന്ന് നിൽക്കുന്ന ആനകളെ ഒരു നോക്ക് കാണാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമം ആണ് കൂത്തമ്പലത്തിൻ്റെ സൈഡിലൂടെ നമ്മളൊന്ന് നടന്നു നോക്കുകയാണ്. നടക്കാൻ പറ്റില്ല, നമ്മൾ നടക്കണ്ട, നമ്മളെ തള്ളി അങ്ങ് കൊണ്ടുപോകുള്ളൂ. നമുക്ക് ഇവിടുന്നൊരു കാഴ്ച കാണാം. എലിഞ്ഞിത്തറ മേളത്തെ സർവ്വദേവി ദേവന്മാരും അണിനിരന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാം. നമുക്ക് പിറകുവശത്തു കൂടി ഒന്ന് പോയി നോക്കാം കേട്ടോ. ആനകളെ കാണുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. കാലോട്ടവും വെഞ്ചാവരവും ഒക്കെ വീശുമ്പോൾ നമുക്ക് പുറകിൽ നിന്ന് കാണാം. കുറച്ച് ചെറുപ്പക്കാരുടെ ആവേശവും കണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കുടമാറ്റവും വെടിക്കെട്ടും ഒക്കെ കാണണമെന്നുണ്ടായിരുന്നു. അടുത്ത പൂരത്തിന് കാണാമെന്നുള്ള വിശ്വാസത്തോടെ മഹാദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കാതിരിക്കുക. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ, കാഴ്ചകളുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി.